വിവാഹത്തിനു മുൻപ് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലയളവിൽ ഐവിഎഫ് ചികിത്സയിലൂടെ ജനിച്ച പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരായ മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണനാണ് ഇതു സംബന്ധിച്ച് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. 30 ദിവസത്തിനുള്ളിൽ പുതിയ ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കേസിന്റെ പശ്ചാത്തലം ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അടുപ്പത്തിലായ ഹർജിക്കാർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അക്കാലത്ത് വിവാഹം നടന്നിരുന്നില്ല. 2012-ൽ യുവാവിന്റെ ബീജം ഉപയോഗിച്ചുള്ള കൃത്രിമ ഗർഭധാരണത്തിലൂടെയാണ് കുട്ടി ജനിച്ചത്. അന്ന് നിയമപരമായ വിവാഹം നടക്കാതിരുന്നതിനാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. പകരം സിംഗിൾ മദർ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഇവർ വിവാഹിതരാവുകയും രണ്ടാമതൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. ആ രണ്ടാമത്തെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേരുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്താൻ പഞ്ചായത്ത് ജനന മരണ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയെങ്കിലും നിയമത്തിൽ അതിനുള്ള വ്യവസ്ഥയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ അപേക്ഷ തള്ളുകയായിരുന്നു. ഇതിനെതിരെയാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. ന്യൂസ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ന്യൂസ് കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. കോടതിയുടെ നിരീക്ഷണങ്ങൾ. മാതാപിതാക്കൾ ഒന്നിച്ചുനിന്ന് കുട്ടിയുടെ പിതൃത്വം വെളിപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ നിയമം അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി.